ഇവിടെ ഇപ്പം മൊത്തം 5 പേര്, ഒരു CEO, ബാക്കി 4 എംപ്ലോയി. ആ 4 എംപ്ലോയീസിൽ 2 പെണ്ണ് 2 ആണ്. അതിലൊരാണിനെ സിഒക്ക് ഇഷ്ടമല്ല. അവനെ പുറത്താക്കാൻ നോക്കുന്നു. അതിന് സഹായം മറ്റേയാണിനോട്, അതായത് എന്നോട് ചോദിക്കുന്നു. ഞാൻ സഹായിച്ചവൻ പുറത്തായ എൻ്റെ ഡിമാൻഡ് കൂടും. പക്ഷെ ആ തെണ്ടി ഉടായ്പിൽ മാസ്റ്റർ ആയതുകൊണ്ട് അവൻ്റെ രോമത്വത്തോടെ എനിക്ക് പറ്റുന്നില്ല. സോനു, ഇനിയും നീ കാര്യമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിന്റെ നിലനിൽപ്പിന് അപകടമാണ്. കമോൺ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അടിമുടി ഒരു ചേഞ്ച് ആവശ്യമാണ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ വന്നു? അതെനിക്ക് നേരത്തെ വന്നൂടെ? നീ എന്തിനാ ചൂടാവുന്നേ? അതെനിക്ക് ചൂടായിക്കൂടെ? നിനക്കെന്താടാ? നിനക്കെന്താ എനിക്കെന്തായിക്കൂടെ? എടാ വയ്യ നിനക്ക്, ഡോക്ടറെ കാണണോ? എനിക്കെന്താ വയ്യാതായിക്കൂടെ? നീ ആ സുലീവിനെ എന്തോ കുഴപ്പമാണ്. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ അവനോട് പിടിക്കാം. ഇന്നലെ ആ ഫയല് മുക്കിയത് വർക്കായില്ലല്ലോ, അതിന് വൈകുന്നേരം മാഡം ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ അതെ, അവൻ്റെ ഓവർ കോൺഫിഡൻസ് എല്ലാത്തിനും കാരണം. പിന്നെ നമ്മൾ അജിജയെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരി. അവനാണെങ്കിൽ കാഞ്ഞ ബുദ്ധിയാ. അല്ലായിരുന്നെങ്കിൽ ചെവിയേറിയാതെ ആ ഫയൽ ഇന്ന് രാവിലെ എങ്ങനെ ഹെഡ് ഓഫീസിൽ എത്തും? ഇതിപ്പോൾ എന്തായാലും നമുക്ക് പണിയാവുന്ന ലക്ഷണമുണ്ട്. കാരണം ഒന്നാമതേ മാഡം നമുക്ക് നല്ല പണി തരുന്നുണ്ട്. ഇനി ജിജോടെ വന്ന സ്ഥിതിക്ക് അവനോടുള്ള പണി നമുക്ക് 2 കൂടെ കിട്ടും. ശരിയാ, എങ്ങനെയെങ്കിലും ആ ജിജോ ഇവിടെ നിന്ന് ഓടിക്കണം. അതെ, ഇപ്പം പോയ മടപ്പാടിനെ കൊണ്ടേ ഒന്നും നടക്കത്തില്ല. നമ്മളും കൂടെ കാത്ത് ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. ശരിയാ. അതെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ പറ? അത് നീ വിചാരിച്ചാലേ നടക്കൂ. എനിക്ക് മനസ്സിലായി. എന്താന്ന്? എങ്ങനെ മനസ്സിലായി? എന്നാ പറ. ഞാൻ പറയട്ടെ. ഞാൻ ജിജോയെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണം. അപ്പം ഞാൻ പറയുന്ന എല്ലാം അവൻ കേൾക്കും. അങ്ങനെ അവനെ കൊണ്ടൊരു കുഴി ചാടിപ്പിച്ചിട്ട് ഇവിടുന്ന് പുറത്താക്കാനല്ലേ? എൻ്റെ പൊന്നോ, കറക്റ്റ്. ഇത്ര നന്നായിട്ട് എൻ്റെ മനസ്സെങ്ങനെയായിട്ട് നിനക്ക് മനസ്സിലായത്? ഇത് വർക്കൗട്ട് ആവും ഷുവർ. എൻ്റെ പൊന്നോ നമിച്ച്, ഇത്രയും വലിയ ഓൾഡ് ഐഡിയ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലേ ലോകത്ത്. അവളുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതെന്തായാലും നടക്കും. ജിജോയുടെ സ്ഥാനത്തെ സൂനു വരുന്നു. ഗുഡ് മോർണിംഗ്. എന്താ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടാണോ ഗുഡ് മോർണിംഗ് പറയുന്നത്? ഇല്ല, സ്വിച്ച് ചുമ്മാ അല്ല. എന്ത് ചുമ്മാ അതല്ലാന്ന്? ലക്കി മാൻ. എന്ത് ലക്കി മാൻ എന്ന് എനിക്ക് വയ്യ. ലക്കി മാൻ? ഇയാളെന്തോ ഒരുമാതിരി അർത്ഥം വെച്ച് പറഞ്ഞിട്ട് പോണേ. ഡെയിലി എത്ര ചായ വരെ കുടിക്കും? ഡെയിലി ഒരു 3 എണ്ണം കുടിക്കും. ഷുഗർ ഇടുമോ? ഇടും. ഈ ഷുഗർ അത്ര നല്ലതല്ല, സ്കിന്നിന് ഡാമേജ് വരും. ഞാൻ ഇനിയിപ്പോൾ ആരെ കാണിക്കാൻ ബ്രോ? പക്ഷെ ബ്രോ അങ്ങനെയല്ല, ഷുഗർ ഇടരുത്. ലക്കി മാൻ. ലക്കി ലക്കി. ഇവനത് എന്തോന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് പോയി ചോദിച്ചാൽ വില പോകും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ടായിട്ട് വന്ന് പറയട്ടെ. എന്നാലും ഞാൻ ലക്കിയാന്ന് പറയാൻ എന്താ കാരണം? ഗുഡ് മോർണിംഗ് എവരിവൺ. ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങനൊരു മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം, ഈ ഓഫീസിൽ ഒരു അഴിച്ചുപണി നടത്തി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സെയിൽസ് വളരെ ലോ ആണ്. ലാസ്റ്റ് 3 months ആയിട്ട് ക്ലയൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. സോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉടനെ കണ്ടെത്തണം. മാഡം, ഇതൊന്നും ഞങ്ങളുടെ സാലറി ഹൈക്കിനെ ബാധിക്കില്ലായിരിക്കും അല്ലേ? അതെ അതെ. ഇല്ല, ബാധിക്കില്ല. ആണോ? താങ്ക്സ് മാഡം. കാരണം അത് ഹൈക്ക് ചെയ്യുന്നില്ല, എങ്കിലല്ലേ ബാധിക്കൂ. അയ്യോ മാഡം, അങ്ങനെ പറയല്ലേ. ഈ വർഷം ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് വെച്ചേക്കോ. അതാ ഈ കമ്പനിയുടെ വളർച്ച ആ പ്ലാനിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? അയ്യോ മാഡം, അതൊക്കെയുണ്ട്. അതാ മെയിൻ. മതി കിടന്ന് ഉരുളണ്ട.
സോനുവിനൊന്നും പറയാനില്ലേ? സോനു, ഞാൻ ലക്കിയാണ് മാഡം. ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റിയത് ഞാൻ ലക്കിയായിരുന്നു എന്ന് പറയായിരുന്നു. ഈ കമ്പനി ലാഭത്തിലാവട്ടെ, എന്നിട്ട് മതി എനിക്ക് സാലറി ആയിക്കൊക്കെ. കേട്ട് പഠിക്ക്. ഐ എം പ്രൗഡ് ഓഫ് യു സോനു. സിറ്റ് ഡൗൺ. ലക്കി മാൻ ലക്കി. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. ഇന്ന് മുതൽ നിങ്ങളെ 2 ടീമായിട്ട് തിരിക്കാൻ പോവാണ്. സെയിൽസിൻ്റെ ടീം ഒന്ന്, പ്രൊഡക്ഷൻ്റെ ടീം ഒന്ന്. മന്ത്ലി റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ഈ മന്ത് സെയിൽസ് നോക്കുന്നവർ നെക്സ്റ്റ് മന്ത് പ്രൊഡക്ഷൻ. ഇതിലാരൊക്കെയാണ് ടീം? ടീം പറഞ്ഞാൽ ഏതാ വർക്ക് ചെയ്യുള്ളൂ? എനിക്കിപ്പോൾ 3 ലേഖനം കിട്ടിയല്ലോ. ഓക്കെ, എന്നെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചു എന്നുള്ളൂ. മാളു ആൻഡ് സോനു, നിങ്ങൾ 2 ഈ മന്ത് സെയിൽസ് നോക്കണം. സൂര്യ ആൻഡ് യു പ്രൊഡക്ഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല മാഡം. സാലറി ഹൈക്കൊക്കെ ഇതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് തന്നാൽ നിങ്ങൾക്ക് കമ്പനി ബെസ്റ്റ് സാലറി ഹൈക്കും തരും. ഓക്കെ? ബ്രോ, ഞാൻ ഈ ഇടയ്ക്ക് ലക്കിയാണെന്ന് ബ്രോ പറയാൻ കാരണം എന്താ? അതൊക്കെ ഉണ്ട്. ലക്കി മാൻ. എന്നാലും പറ. എന്താ അറിയോ, ഈ പുറത്ത് കാണുന്ന ഈ ഹാർട്ടൊക്കെ ഉള്ളൂ, ഉള്ളൊരും പാവ. അതിന് അല്ല, എനിക്കിങ്ങനത്തെ വലിയ വലിയ സസ്പെൻസ് ഒന്നും താങ്ങാനൊരു ശേഷിയില്ല. അതാ ഒന്ന് പറ. അതൊക്കെ വഴിയേ പറയാം. ലക്കി എന്നാൽ എന്താണെന്ന് ഒന്ന് പറയൂ. ഒരു ക്ലൂ തന്നാൽ മതി. ആ ക്ലൂ ഞാൻ പിടിച്ച് കയറിക്കോളാം. ക്ലൂ പിടിച്ച് കയറും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യം ഒരാളോടും പറയരുത്. പറഞ്ഞ എൻ്റെ തനിക്കൊണം കണ്ടിട്ടില്ലല്ലോ. നല്ല കച്ചറയാണെന്നറിയാം. അത് നീ കാണും. ഇവിടെ ഇവിടെ ഒരാൾക്ക് നിന്റെ അടുത്തൊരു ക്രഷ്. ഓ, സോനു സോനുടാ ബോധം കടല്ലേ? സോനു